ഇന്നലെ എന്നെയും നിങ്ങളെയും പേടിപ്പിച്ച ഞെട്ടിച്ച ഒരു CCTV ദൃശ്യം കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നു. 2 കൈക്കുഞ്ഞുങ്ങളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ഗർഭിണിയായ സ്ത്രീയെ കരണത്തടിക്കുന്ന പോലീസുകാരനെ കേരളം ഞെട്ടലോടെയാണ് കണ്ടത്. ജനമൈത്രിയൊക്കെ പോട്ടെ, മനുഷ്യനാണോ അയാൾ? 1.5 വർഷക്കാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ആ ദൃശ്യം അവർക്ക് കിട്ടിയത്. 2024 ജൂൺ മുതൽ ഈ ദൃശ്യം പുറത്തു വന്ന ഇന്നലെ വരെ ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേരളത്തിലുണ്ട്. ഇന്നത്തെ പ്രൈം സ്റ്റോറി, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് എന്താണ് പണി? മൃദുഭാവേ ദൃഢകൃത്യേ എന്ന് പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടം പോസ്റ്റ് ഇടുന്ന കേരള പോലീസിൽ നിന്ന് ഗർഭിണിയായ സ്ത്രീക്ക് കിട്ടുന്ന പരിഗണന അതെന്താണെന്ന് കാണാം ആദ്യം. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സ്റ്റേഷനുകളിൽ CCTV സ്ഥാപിച്ചതൊന്നുകൊണ്ട് മാത്രമാണ് 1.5 വർഷം കഴിഞ്ഞാണെങ്കിലും ഈ ദൃശ്യം കേരളം കണ്ടത്. ഈ ദൃശ്യം ഇല്ലെങ്കിലോ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഷൈമോളും ബെൻജോയും പോലീസ് ചിലരെ മർദ്ദിക്കുന്നത് കണ്ടു. അത് ബെൻജോ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു. ഇതിൽ പ്രകോപിതരായ പോലീസ് പിന്നീട് മഫ്തിയിലെത്തി ബെൻജോയെ കസ്റ്റഡിയിലെടുത്തു. ബെൻജോയെ കൊണ്ടുപോയപ്പോൾ അതിന് പിന്നാലെ ഷൈമോളും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. സ്വാഭാവികമല്ലേ? ഭർത്താവിനെ പിടിച്ചുകൊണ്ടുപോയത് എന്തിനാണെന്നറിയാൻ ഒരു ഭാര്യ ശ്രമിക്കില്ലേ? 4 മാസം ഗർഭിണിയാണ് അന്ന് ഷൈമോൾ. 7 മാസം പ്രായമുള്ള 2 കൈക്കുഞ്ഞുങ്ങളുമായാണ് സ്റ്റേഷനിലേക്ക് പോയത്. അവിടെ എത്തിയപ്പോൾ എന്താണ് കാണുന്നത്? ഭർത്താവിനെ മർദ്ദിക്കുന്ന CI പ്രതാപചന്ദ്രനെ. നമ്മുടെ പ്രിയപ്പെട്ട ഒരാളെ അകാരണമായി മർദ്ദിക്കുന്നത് കണ്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? അതേ ഷൈമോളും ചെയ്തുള്ളൂ. അപ്പോഴാണ് സ്ത്രീയാണെന്ന് പോലും വകവയ്ക്കാതെ പ്രതാപചന്ദ്രൻ ഷൈമോളുടെ മാറിൽ പിടിച്ചു തള്ളുന്നതും കരണത്തടിക്കുന്നതും. ദൃശ്യം നിങ്ങൾ കണ്ടോ? ഷൈമോളെ അടിച്ച ശേഷം ഉടനെ ബെൻജോയെ മർദ്ദിക്കുകയാണ് പ്രതാപചന്ദ്രൻ. ഈ ദൃശ്യം കാണുമ്പോൾ അല്പമെങ്കിലും മനസാക്ഷിയുള്ള ആരുടെയും മനസ്സ് പൊള്ളും. പ്രതാപ് ചന്ദ്രൻ ഇനി പോലീസ് കുപ്പായം ഇടരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കും. ഈ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടിട്ടും പ്രതാപചന്ദ്രന് കൂസലില്ല. ഷൈമോൾ പോലീസ് സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണത്രേ മുഖത്തടിച്ചത്. ആ കുഞ്ഞുങ്ങൾ എറിഞ്ഞു കൊല്ലാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഹസ്ബൻഡ് വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞുങ്ങൾ എറിഞ്ഞു പോലും ഞാനും ചാവുമെന്ന് പറഞ്ഞ് സ്റ്റേഷനെ ഭീഷണിപ്പെടുത്തി വലിയ അതിക്രമം ഉണ്ടാക്കി. ആ വനിതാ പോലീസുകാരൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് സ്റ്റേഷൻ്റെ അതിക്രമം കയറാൻ വേണ്ടി വന്നു. അതിൽ ആ കുഞ്ഞുങ്ങൾ ആ സമയത്ത് രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അവർ കൃത്യമായിട്ട് ആ കുഞ്ഞുങ്ങൾ എറിഞ്ഞു തറയിട്ടാണ്. ആ പൊടി കുഞ്ഞുങ്ങളാണ്. അപ്പം ഞങ്ങൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മാക്സിമം അവർക്കൊരു ഇതുകൊണ്ടാവാതെ ആ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തിട്ട് പരമാവധി അവരെ ആക്കി. ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവർ വീണ്ടും അതിക്രമിച്ച് കയറി വന്നിട്ട് പോലീസിനെയൊക്കെ തള്ളി മാറ്റി തീർത്തും തള്ളി എന്നെ 2 പ്രാവശ്യം തള്ളാൻ വേണ്ടി പോയി. തള്ളി ആ നെഞ്ചിൽ തള്ളിയ സമയത്താണ് ആ ഒരു സംഭവം, ആ ഒരു ആക്ഷൻ ഉണ്ടായത്. ഇത് ഒരിക്കലും ഞങ്ങളാരും കരുതി കൂട്ടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു സഡൻ പ്രൊവക്കേഷനിൽ അവർ ഒത്തിരിയും വന്ന് വയലൻ്റായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമില്ല. ഈ ദൃശ്യങ്ങൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കിട്ടുന്നതുവരെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു പ്രതാപചന്ദ്രന്റെ അവകാശവാദം. ഈ പറയുന്ന ഭീകരാന്തരീക്ഷം എന്താണ്? കത്തിയും തോക്കുമായാണോ ഷൈമോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്? 2 കൈക്കുഞ്ഞുങ്ങളുമായല്ലേ? പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്തോ ഷൈമോൾ? ഏതെങ്കിലും പോലീസുകാർക്ക് പരിക്കുണ്ടോ? ഈ കേസിൽ പ്രതാപചന്ദ്രൻ മാത്രമല്ല കുറ്റക്കാരൻ. 1.5 വർഷം കേസിന്റെ CCTV ദൃശ്യം പരസ്യമാക്കാതിരുന്ന, ഷൈമോൾക്ക് ദൃശ്യങ്ങൾ നൽകാതിരുന്ന, പ്രതാപചന്ദ്രൻ അടിച്ചത് കണ്ടുനിന്ന് അതിന് കൂട്ടുനിന്ന് സർവീസിൽ സംരക്ഷിച്ചു നിർത്തിയ, റിപ്പോർട്ട് ചെയ്യാതിരുന്ന, പ്രതാപചന്ദ്രന് സംരക്ഷണ വലയമൊരുക്കിയ പോലീസുകാരും കുറ്റക്കാരാണ്.
എന്തിനാണ് ബെൻജോയെ കസ്റ്റഡിയിലെടുത്തത്? പോലീസ് ചിലരെ മർദ്ദിക്കുന്നത് ഫോണിൽ ബെൻജോ ചിത്രീകരിച്ചു. അതിനാണ്. പോലീസ് നടപടി ചിത്രീകരിക്കാൻ നമുക്ക് അവകാശമില്ലേ? എന്താണ് നിയമം പറയുന്നത്? കേരള പോലീസ് നിയമം 33-ലെ 2-ാം വകുപ്പ് പ്രകാരം പൊതു സ്വകാര്യ സ്ഥലങ്ങളിലെ ഏതൊരു പോലീസ് നടപടിയും ശബ്ദ, വീഡിയോ, ഇലക്ട്രോണിക് രീതികളിൽ പകർത്താൻ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. അതിനെ തടയാൻ പോലീസിന് അധികാരമില്ല എന്ന ഈ വകുപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ നിയമം കൃത്യമാണ്. പക്ഷെ എന്താണ് കേരളത്തിൽ നടക്കുന്നത്? പോലീസ് അതിക്രമം നിങ്ങൾ റെക്കോർഡ് ചെയ്താൽ, നിങ്ങൾ ചോദ്യം ചെയ്താൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന ജാമ്യമില്ലാ വകുപ്പായിരിക്കും നിങ്ങൾക്കെതിരെ ചുമത്താൻ പോകുന്നത്. ക്രിമിനൽ കേസാണ്. വിചാരണയും അപ്പീലുമായി കുറേ പൈസയും സമയവും പോകും. ജോലി തേടി വിദേശത്ത് പോകുന്നതിൽ തടസ്സമുണ്ടാകും. ചുരുക്കത്തിൽ ധനനഷ്ടം, സമയനഷ്ടം, മാനനഷ്ടം. CI പ്രതാപചന്ദ്രന്റെ പഴയകാല വൈകൃതങ്ങൾ ഓരോന്നായി ഇന്ന് പുറത്തേക്ക് വരികയാണ്. പോലീസ് സേനയിലെ പുഴുക്കുത്താണ്. കാക്കിയിട്ടാൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന ധാർഷ്ട്യത്തിന്റെ ആൾ രൂപം. പെണ്ണുങ്ങളോട് എന്തുമാകാമെന്ന ചിന്തയാണ് പ്രതാപചന്ദ്രനെ പോലെയുള്ള പുരുഷന്മാരെ ഭരിക്കുന്നത്. ഞാൻ ബൈക്കിലായിരുന്നു വന്നത്. അതവിടെ വെക്കാൻ നേരത്ത് ഇദ്ദേഹം മഫ്തിയിലായിരുന്നു. എന്നെ കൈ കട്ടി വിളിച്ചു. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എന്റെ ഹെൽമെറ്റ്, ഇങ്ങനത്തെ ഹെൽമെറ്റ് അല്ല വെക്കേണ്ട, ഹെൽമെറ്റ് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം ഫോൺ എടുത്തിട്ട് കുറെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി എന്റെ. ഞാൻ പറഞ്ഞു, സാർ എന്റെ ഫോട്ടോ എടുക്കരുത്, സാറിന് വേണേ വണ്ടിയുടെ ഫോട്ടോ എടുത്തോളൂ എന്ന് പറഞ്ഞു. വളരെ മോശമായ രീതിയിൽ എനിക്ക് തിരിച്ചുള്ള റിപ്ലൈ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. വളരെ മോശമായിട്ട് കമ്മീഷണർക്കും ACPക്കും ഒക്കെ ഞാൻ പരാതി കൊടുത്തിരുന്നു. ഒരു ഫോളോ അപ്പും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, കമ്മീഷണർ ഓഫീസിൽ ചെന്ന് പരാതി കൊടുക്കാൻ നേരത്ത് അപ്പോഴും നമ്മൾ എന്തോ കുറ്റം ചെയ്ത പോലത്തെ ഒരു ഫീലാണ് എനിക്ക് അവരിൽ നിന്നുള്ള റെസ്പോൺസിൽ നിന്ന് എനിക്ക് തോന്നിയത്. ഷൈമോളും പ്രീതിയും മാത്രമല്ല പ്രതാപചന്ദ്രന്റെ അനീതിയുടെ ഇരകൾ. ഷൈമോളെ പോലെ നിയമ പോരാട്ടം നടത്തുന്ന മറ്റൊരാൾ കൂടിയുണ്ട്, റിനീഷ്. നടന്ന് ക്ഷീണിച്ചപ്പോൾ നോർത്ത് പാലത്തിന് താഴെയൊന്ന് ഇരുന്നു പോയി റിനീഷ്. അതേ ചെയ്തുള്ളൂ. അവിടെ എത്തിയ പ്രതാപചന്ദ്രൻ മുഷ്ടി ചുരുട്ടിയാണ് റിനീഷിന്റെ മുഖത്തടിച്ചത്. പാലത്തിന്റെ അടിയിൽ ഇരുന്നപ്പോഴാണ് മഫ്തിയിൽ രണ്ടുപേരും വന്ന് ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. കുറെ പേര് ഇരിക്കണ്ടായിരുന്നു. ഞാൻ ഡെയിലി ചെല്ലാറുള്ള സ്ഥലമാണല്ലോ. പ്രതാപചന്ദ്രൻ പിന്നെയാണ് മനസ്സിലായത്. അയാൾ വന്നത് യൂണിഫോമിലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ എന്തിരിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതേപോലെ വെയിലായപ്പോൾ വന്നിരുന്നതാണ്, വെള്ളം കുടിച്ചിട്ട് വന്നിരിക്കണേന്ന് പറഞ്ഞു. നിന്റെ പേരെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, റിനീഷ് എന്നാണ് പറഞ്ഞത്. പോക്കറ്റിൽ എന്താന്ന് ചോദിച്ചു. ഹെഡ്സെറ്റിൻ്റെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഹെഡ്സെറ്റാന്ന് പറഞ്ഞാൽ അത് എടുക്കുന്ന സമയത്താണ് ലാത്തിക്ക് എന്നെ തല്ലിയത്. അപ്പോൾ എന്നെ ലാത്തിക്കല്ലേ ഇപ്പം പറഞ്ഞാൽ എന്തിനാ തല്ലണേന്ന് ചോദിച്ചപ്പോൾ അയാൾ മോത്തിട്ട് അടിച്ച്, മറ്റേ മുഷ്ടി ഉരുട്ടിയിട്ട് അടിച്ചത്. സാറേ ഇങ്ങനെ തല്ലല്ലേ ഏട്ടാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അടിച്ചെന്നെ. അയാൾക്ക് അതൊരു ഹരമായിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ നിങ്ങളാണ്ട് ക്രിമിനലുകളെ ഉണ്ടാക്കണം. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഭയങ്കര ഒരു വെറുപ്പാണ് നിങ്ങളുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ വീണ്ടും അടിച്ചു തന്നെ. അപ്പോൾ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് എന്നെ മെഡിക്കലൊക്കെ എടുത്ത് വിട്ട് കുറേ നേരം എന്നെ നിർത്തിയായിരുന്നു. അപ്പോൾ എൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ കേസില്ല, കരുതൽ തടങ്കിലാണ്. ഇനി ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുക്കണമെങ്കിൽ അയാൾക്ക് കുറച്ച് കള്ള കേസ് ഉണ്ടാക്കാനാണ് എൻ്റെ പേരിൽ. ഇയാൾക്ക് എന്തോ ഇത് തല്ലുന്ന ഒരു ഹരമാണെന്ന് തോന്നുന്നു. ഇന്നത്തെ പ്രൈം എഡിറ്റോറിയൽ, ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെ കിട്ടിയ ഈ ദൃശ്യങ്ങൾ ഇല്ലെങ്കിൽ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നിമിഷവും കാക്കിക്കുപ്പായമിട്ട് പ്രതാപത്തോടെ ഇരിക്കുന്നുണ്ടാകും. അധികാരത്തിന്റെ ഗർവിൽ തന്റെ മുന്നിലെത്തുന്നവരോട് എങ്ങനെയായിരിക്കും പ്രതാപചന്ദ്രൻ പെരുമാറുക? 1.5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി നിർദ്ദേശമനുസരിച്ചാണ് ഈ ദൃശ്യങ്ങൾ കിട്ടിയത്. സംഭവം നടന്ന അന്ന് മുതൽ പ്രതാപചന്ദ്രനെ സംരക്ഷിക്കുന്ന പോലീസുകാരുണ്ട്. ഇത്രയും കാലം കരുതലോടെ ഈ ദൃശ്യങ്ങൾ കാത്ത പോലീസുകാരുണ്ട്. ഈ ദൃശ്യം പുറത്തു വന്നില്ലെങ്കിൽ ഷൈമോൾ തന്റെ സത്യം എങ്ങനെ തെളിയിക്കും? തന്റെ പിന്നിൽ വലിയ പോലീസ് സേനയുണ്ടെന്ന ധൈര്യമാണ് ഇതുപോലെയുള്ള പ്രതാപചന്ദ്രന്മാർക്ക്. ഇവിടെ ഒരു പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി ഉണ്ട്. എന്തിനാണ് അവിടെയുള്ള മാന്യദേഹങ്ങൾക്ക് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം എടുത്തു കൊടുക്കുന്നത്? കോടതി വരാന്ത കയറി ഇറങ്ങുന്നത് ആലോചിച്ച് പലരും കേസിന് ഇറങ്ങാറില്ല. ഇനി കോടതി കയറാമെന്ന് വിചാരിച്ചാൽ തല്ലുകൊണ്ടവൻ സ്വന്തം പോക്കറ്റിലെ പൈസ മുടക്കി ദൃശ്യങ്ങൾ നേടിയെടുക്കണം. ദൃശ്യം കിട്ടിയാൽ മാത്രം നടപടി ഉണ്ടായേക്കാം. ഇനി തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നേക്കുമായി പോലീസിന്റെ കണ്ണിലെ കരടായി നിങ്ങൾ മാറും. 1.5 വർഷം മുൻപ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതാണ്. 1.5 വർഷം ആ പരാതിയിൽ അടയിരുന്നു. മുഖത്തടിച്ചതിന് സസ്പെൻഷൻ. എന്താണ് ഈ സസ്പെൻഷൻ? 6 മാസം കാണും പരമാവധി. പിന്നെ തിരിച്ചെടുക്കും. പുറത്തായ കാലത്തെ ശമ്പളം കൂടി നൽകി സർവീസിൽ തിരികെ എടുക്കും. മുഖ്യമന്ത്രി വാചാലനായ മനോവീര്യം അത് കേരളത്തിലെ പോലീസുകാർക്ക് മാത്രമുള്ളതല്ല, മനുഷ്യർക്കുമുണ്ട്. ഓർക്കണം, ഈ ദൃശ്യങ്ങൾ കണ്ട ഓരോ മലയാളിയും ചോദിക്കുന്നുണ്ട്, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ത് ചെയ്യുകയാണെന്ന്.